ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ആത്മീയകഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം എന്താണ് ഓറ? അതെ, സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മ അംശം അല്ലെങ്കിൽ സൂക്ഷ്മ വലയത്തെ പറയുന്ന പേരാണ് ഓറ. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സ്ഥൂലവും സൂക്ഷ്മവും ചേർന്നിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എനർജി ഫീൽഡ്, ഊർജത്തെ പറയുന്ന പേരാണ് ഓറ. ജീവനുള്ള എല്ലാ ജീവജാലങ്ങളിലും അടങ്ങിയിരിക്കുന്നതും ഈ ഊർജം തന്നെയാണ്. ആധ്യാത്മികതയിൽ പലപ്പോഴും ഈ ഊർജത്തിൻ്റെ പ്രയോഗത്തെ, അതിൻ്റെ ഗുണപ്രാപ്തി, ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ, കാണാൻ പറ്റാത്ത ഈ ശക്തിയെ കാണുന്ന രൂപത്തിൽ ഉപയോഗിക്കുവാൻ നിരവധി കഥകളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ വിവരിക്കാറുണ്ട്. നമ്മുടെ സംസ്കൃതിയിൽ ഓരോരോ മതങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള കഥകളും ഉപകഥകളും ഒക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് മനുഷ്യജീവിതം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ്. അതിനെല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രേരക ശക്തി കാണാൻ പറ്റാത്ത ഈ ഊർജം, എനർജി തന്നെയാണ്. ഇതിൽ മനുഷ്യന് അനുവദനീയമായിരിക്കുന്ന ഊർജ തരംഗം, അതിനെ വിളിക്കുന്ന പേരാണ് ഓറ. അതുതന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്ന ശക്തി. ഭഗിക്കാൻ പറ്റാത്തത്, വിഭജിക്കാൻ പറ്റാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഊർജമാണ്, അത് ഓറയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ എന്ന് വിളിക്കുന്നത്. അപ്പം ആധ്യാത്മികതയിൽ പലപ്പോഴും ദൈവം എന്ന ആ ഒരു തത്വത്തെ അറിയുവാൻ നമ്മൾ പലപ്പോഴും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിയകളും ഒക്കെ ചെയ്തു പോരാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഓറയെ പ്രപഞ്ച മനസ്സുമായി കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന ആ അന്തർലീനമായിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തെ അത് എത്രത്തോളം നമ്മൾ അഭിവൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ മാലിന്യമുക്തമാക്കി കൊണ്ടുവരുന്നു, അത്രത്തോളം ആ വ്യക്തിയിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകുന്നു, സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അപ്പോൾ ആദ്യം അറിയുക എന്താണ് ഓറ, അതായത് ദൈവത്തെ അറിയുക എന്നത് തന്നെയാണ് ഓറയെ മനസ്സിലാക്കുന്നതിലൂടെ ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ശരീരത്തിന് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്, മനസ്സിന് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് മനുഷ്യനെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാത്തത്. അപ്പോൾ ഈ ഊർജ്ജപ്രവാഹം എവിടെ നിന്നാണ് നമ്മളുടെ ശരീരത്തിലെത്തപ്പെട്ടത്? അത് ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ്. എപ്പോഴാണോ നമ്മൾ ജന്മം കൊണ്ടത്, ആ നിമിഷം മുതൽ ഉള്ളിൽ കയറി കൂടിയിരിക്കുന്ന, ശരീരമാസകലം വ്യാപിച്ചിരിക്കുന്ന ഈ ഓറയിൽ മാലിന്യം സംഭവിക്കുമ്പോഴാണ് എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകും. ഇപ്പോൾ ശരീരത്തെ നമുക്കറിയാം, സ്ഥൂല ശരീരത്തെ പറ്റി മാത്രമേ നേരിട്ട് നമുക്കറിയൂ, കണ്ടും തൊട്ടും മനസ്സിലാക്കാവുന്നതാണ് സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരം നല്ലതുപോലെ വൃത്തിയായി ഉപയോഗിച്ചില്ല എങ്കിൽ, നമ്മൾ കുളിക്കേണ്ട രീതി കുളിക്കുന്നില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ, അത് ശ്രദ്ധയില്ലാതെ ശരീരത്തെ നോക്കിയാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവിടെ പൊടിപടലങ്ങൾ പിടിക്കാം, നിരവധി അഴുക്കുകൾ പിടിക്കാം, നമ്മുടെ തന്നെ ദേഹത്തിൽ നിന്നും പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന നിരവധി കോശങ്ങളുണ്ടാകാം, ജീവകോശങ്ങൾ ചത്ത് മാലിന്യമായിട്ട് അടിഞ്ഞുകൂടി അത് പതുക്കെ ആദ്യം നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു. ശരീരത്തിൻ്റെ കേസ് മാലിന്യം അടിഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥതയുണ്ടാകും. പിന്നീട് ചെറിയ ചൊറിച്ചിലുണ്ടാകുന്നു. അവിടെ ചൊറിഞ്ഞ് പിന്നീട് അത് പൊട്ടും. പിന്നീട് കുറച്ച് നാൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അത് പഴുക്കും. അങ്ങനെ ശരീരമാസകലം വ്രണമായി ദുർഗന്ധം വമിച്ച് ഒരു ശരീരം മാറുന്നത് പോലെ ഓറയിലും മാലിന്യമുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അസ്വസ്ഥതകളാണ്. അതായത് നമ്മുടെ ചിന്തയിലേക്ക്, സൂക്ഷ്മ ശരീരത്തിലേക്ക് അത് കൃത്യമായി ക്ലീൻ ചെയ്തില്ല എങ്കിൽ ആദ്യം അസ്വസ്ഥതകളൊരു വ്യക്തിയിലുണ്ടാകുന്നു. ഏകാഗ്രത കിട്ടാതെ വരുന്നു. ഇമോഷൻ, നിരവധിയായ രീതിയിലുള്ള മാനസിക വിഭ്രാന്തികൾ ഉണ്ടാകും. ചിത്തം നഷ്ടപ്പെടുന്നു എന്നർത്ഥം. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്. സമചിത്തതയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ ഓറയിലേക്ക് വരുന്ന മാലിന്യങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? പലപ്പോഴും പല ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അടിഞ്ഞുകൂടി ഉണ്ടാകാവുന്നത്. അത് അസ്വസ്ഥത, പിന്നീട് അത് പൊട്ടിത്തെറിയായിട്ട് മാറുന്നു, കലഹങ്ങളായിട്ട് മാറുന്നു. ആ വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് പെരുമാറി സർവത്ര നാശത്തിലേക്ക് പോകുന്നു. അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള
ഒരു ഊർജത്തെ ശരിയായി നിലനിർത്തുക. അപ്പോൾ ശരീരത്തിലുള്ള ഓറ അത് ക്ലെൻസ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ആധ്യാത്മികതയിൽ നിരവധിയായ ചിട്ടകൾ വെച്ചിരിക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നു, അല്ലെ, നിരവധി ദേവാലയങ്ങളിൽ നമ്മൾ പോകുന്നു. ഇതെല്ലാം മനസ്സിനെ ഒരു പ്രത്യേക ഫോക്കസിലേക്ക് കൊണ്ടുവരുമ്പോൾ സൂക്ഷ്മ ശരീരത്തിന് ലഭിക്കേണ്ട ശാന്തി. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിന് ആവശ്യം ശാന്തിയാണ്. ഈ ശാന്തി നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാ വിധത്തിലുള്ള പ്രശ്നത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആകമാനം വിലയം പ്രാപിച്ചിരിക്കുന്ന ശക്തി കേന്ദ്രമെന്ന് പറയാം. നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് വേസ്റ്റ് കൂടി കിടക്കുകയാണ്. അത് ഒരുപാട് ജീർണിച്ച് കഴിയുമ്പോൾ അവിടേക്ക് കീടങ്ങൾ വരാറുണ്ടല്ലേ. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ നമ്മൾ കീടനാശിനി അടിക്കാറുണ്ട്. ഇതേപോലെ നമ്മുടെ ശരീരത്തിന് എവിടെയൊക്കെ അജീർണമായിട്ടുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടുന്നോ അവിടെ രോഗാണുക്കൾ വരും. അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ പുറമേ നിന്ന് കീടനാശിനിയായ മരുന്നുകളാണ് കഴിക്കുക. അപ്പോൾ അങ്ങനെ ശരീരത്തെ നമ്മുടെ ചിട്ടയില്ലാതെ പോകുമ്പോഴുണ്ടാകുന്ന ജീർണതയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചു പോരുന്നൊരു കാലഘട്ടം. പണ്ട് ഈ മരുന്നൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചിട്ടയായ ജീവിതശൈലിയിലൂടെ നമ്മുടെ ഓറയെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ ശുദ്ധീകരണം, ശരീരത്തിൻ്റെ ശുദ്ധീകരണം, പരിസരം കൃത്യമായ രീതിയിൽ മാലിന്യമുക്തമാക്കി പോകുമ്പോൾ എനർജി ബാലൻസ് ആകും. ഇന്ന് നമ്മൾ വേഗയുഗമാണ്. അതിവേഗ സ്പീഡിലാണ് നമ്മുടെ ചിന്താഗതി, ഭക്ഷണരീതി, അത് കണക്കുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ ഊർജ്ജശോഷണം. ഇതിന് ആധുനിക യുഗത്തിൽ നമ്മൾ പറയാറുണ്ട് ഇമ്മ്യൂണിറ്റി പവർ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായിരിക്കും. അപ്പം മനസ്സിന് ഉണ്ടൊരു ഇമ്മ്യൂണിറ്റി പവർ, ശരീരത്തിനുമുണ്ട്. എവിടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു അവിടേക്ക് സർവ്വ ആക്രമണങ്ങളും ഉണ്ടാകുന്നു. അപ്പോഴാണ് നമ്മുടെ ഗ്രഹപ്പഴ എന്ന് പറയുന്ന സംഗതി തുടങ്ങുക. അപ്പോൾ ഒരു സന്തുലിത അവസ്ഥ എന്ന് പറഞ്ഞു പ്രപഞ്ച മനസ്സും നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജവും തമ്മിലുള്ള ഒരു ബാലൻസിങ്. പലപ്പോഴും ഇപ്പോൾ ഊർജ്ജ ശോഷണം ഉള്ളത് കാരണം ഓറയുടെ ലെവല് താഴെയായത് കാരണം പ്രപഞ്ച മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ്, ഉയർത്തുമ്പോഴാണ് പ്രപഞ്ചവുമായിട്ടൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെയാണ് ശരിയായ ആരോഗ്യം. ഇന്നിപ്പം ആരോഗ്യത്തിനായിട്ട് നമ്മൾ നെട്ടുകോട്ട ഓടുകയല്ലേ എല്ലായിടത്തും. പ്രധാനമായിട്ടും മാനസിക ആരോഗ്യമാണ്. മനസ്സിന് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, അവിടെ സമചിത്തത നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലനം ശരീരത്തിലേക്കും ബാധിക്കുന്നു. എല്ലാ തുടക്കവും അവിടുന്നാണ്. അപ്പം മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. സ്പിരിച്വാലിറ്റി ഈസ് ദ റൈറ്റ് നോളജ് അബൌട്ട് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ പറ്റി, ആത്മാവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവിലേക്ക് നയിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ ആ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണോ, അല്ലെങ്കിൽ ആത്മീയ ജീവിതമാണോ. ഇത് നിരന്തരം നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുന്ന കാലങ്ങളായിട്ട്, പക്ഷേ ഫലമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഒരു മുഷിപ്പ് തോന്നാറുണ്ട്. സ്പിരിച്വാലിറ്റി ഒരു സയൻസാണ്, അല്ല നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്ന, എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സിസ്റ്റംസാണ്. അവിടെ പ്രധാനമായിട്ട് ഊർജ്ജത്തെ പരമാവധി നമ്മുടെ ശരീരത്തിലുള്ള എനർജി ഫീൽഡിനെയും പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള താതാത്മ്യം പ്രാപിക്കാനുള്ള പ്രക്രിയകളാണ് നടക്കുക. അതിനായിട്ട് പല വിധത്തിലുള്ള ക്രിയകളൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ. സങ്കല്പത്തിൽ അടിസ്ഥാനമാക്കി മനുഷ്യൻ്റെ ചിന്തകളെന്ന് പറയുന്ന അതൊരു ഊർജ്ജമാണ്. സങ്കല്പത്തിന് ഒരു ശക്തിയുണ്ട്. ഇതിനെ ബാലൻസ് ചെയ്യാൻ പലപ്പോഴും ഇടയ്ക്ക് മീഡിയേഷൻ പോലെ ചില ക്രിയകളൊക്കെ ചെയ്യാറുണ്ട്. ആ ക്രിയകളിലൂടെയാണ് ഈ ഓറയൊക്കെ നമ്മൾ പ്രവർത്തിപ്പിച്ചെടുക്കുക. ഇപ്പം ഉദാഹരണം, ഇവിടെ എല്ലായിടത്തും വായുവുണ്ട്. നമുക്ക് ആശ്വാസം കിട്ടണം. ശക്തമായിട്ടൊരു സ്ഥലത്തേക്ക് വായു വരുമ്പോഴേ കാറ്റെന്ന പ്രതിഭാസം ഉണ്ടാകുന്നുള്ളൂ, അതിലൂടെ ആശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉഷ്ണമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ക്രിയ ചെയ്യണം. അതായത് ഒരു വിശറി എടുത്ത് നമ്മൾ വീശുക. വിശറി എന്ന് പറയുന്നൊരു ക്രിയയാണ്. അപ്പോൾ ആധ്യാത്മികത പല ക്രിയകളിലൂടെയാണ് ഇത് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ഓറ എന്ന് പറയുന്നതിന് പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നു. പക്ഷേ ജനറലായിട്ട് പറഞ്ഞാൽ ഓറ ഒരു സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മ വലയമാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ആത്മീയ കൃതകളിൽ ഇന്ന് ഈ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.